ഫ്രണ്ട്സ്, വെൽക്കം ടു ടേസ്റ്റി റെസിപ്പീസ്. ഇന്ന് വളരെ ഈസിയും ഹെൽത്തിയും ടേസ്റ്റിയുമായ അവൽ ലഡുവാണ് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത്. ഇത് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ നല്ല അടിപൊളി സ്വീറ്റാണ്. ഇനി നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ 2 കപ്പ് ചമ്പ അവൽ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ള അവലും യൂസ് ചെയ്യാം. ഇനി ഇത് നന്നായിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ റോസ്റ്റ് ചെയ്യണം. അവൽ നന്നായിട്ട് ക്രിസ്പ് ആകുന്നത് വരെ റോസ്റ്റ് ചെയ്യണം. അവൽ നന്നായിട്ട് റോസ്റ്റ് ആയതിനു ശേഷം ഒരു മിക്സി ജാറിൽ ചേർത്ത് കൊടുക്കണം. ഇനി അവൽ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. ഇനി പാൻ ചൂടാകുമ്പോൾ 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കുക. നെയ്യ് ചൂടായതിനു ശേഷം നമുക്ക് കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കാം. കാഷ്യൂനട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്യാം. കാഷ്യൂനട്ട് മൂത്ത് വരുമ്പോൾ കിസ്മിസ് കൂടി ചേർത്ത് കൊടുക്കാം. കിസ്മിസ് മൂത്ത് വരുമ്പോൾ 1/2 കപ്പ് തേങ്ങ ചിരകിയത് കൂടി ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് തേങ്ങ ചിരകിയത് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നന്നായിട്ട് റോസ്റ്റ് ചെയ്യാം. ഇത് നന്നായിട്ട് റോസ്റ്റ് ആയതിനു ശേഷം ഇത് നമുക്ക് അവൽ പൊടിച്ചു വച്ചിരിക്കുന്ന ബൗളിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി പാനിൽ 3/4 കപ്പ് ശർക്കര ചേർത്ത് കൊടുക്കാം. ഇനി 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ശർക്കര നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്യുക. ശർക്കര നന്നായിട്ട് തിളച്ച് വരുമ്പോൾ 2 ഏലക്കയുടെ സീഡ് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ശർക്കര നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു അരിപ്പിൽ അരിച്ചെടുക്കാം. ചൂടോട് കൂടി തന്നെ കുറച്ചായിട്ട് ശർക്കര പാനി അവൽ പൊടിച്ച് വച്ചതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം. കുറച്ചായിട്ടേ മിക്സ് ചെയ്യാവൂ, ഒരുമിച്ച് ഒഴിച്ച് കൊടുക്കരുത്. അവലിൻ്റെ എല്ലാ ഭാഗത്തും യോജിക്കുന്ന തരത്തിൽ മിക്സ് ചെയ്യുക. ഇനി ചെറിയ ചൂടോട് കൂടി തന്നെ നമുക്ക് ബോൾസ് ആയിട്ട് ഉരുട്ടിയെടുക്കണം. ഈ ലഡു വളരെ സോഫ്റ്റും ടേസ്റ്റിയുമാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന അവൽ ലഡു നിങ്ങൾ എല്ലാ പേരും ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.